വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും MTN Proയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹൈഡ്രോ ഡിപ്പിംഗ് എന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഹൈഡ്രോ ഡിപ്പിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സിംപ്ലസ്റ്റ് വേ ഓഫ് പെയിന്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിന്റിങ്ങിൽ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു സിംപ്ലസ്റ്റ് വേ ഓഫ് പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ MI Note 5 Proന്റെ കേസാണ്. അപ്പോൾ ഈ കേസ്, ഈ ടെക്സ്റ്ററൊക്കെ ഇതൊരു ബ്ലാക്ക് കേസ് ആയിരുന്നു. ഈ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഈ ഹൈഡ്രോ ഡിപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പെയിന്റ് അടിക്കേണ്ടത്. ഒന്ന്, ഈ കേസ് എങ്ങനെയാണ് പെയിന്റ് അടിച്ചതെന്ന് നിങ്ങൾ കാണിച്ചു വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു സേഫ്റ്റി ഷൂ എങ്ങനെയാണ് നമ്മൾ പെയിന്റ് അടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രൊജക്റ്റിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു ബക്കറ്റ് വെള്ളം, പിന്നെ സ്പ്രേ പെയിൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സ്പ്രേ പെയിൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മൊബൈൽ കേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തിന്നർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ശരിക്കും ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കേസിൻ്റെ പഴയ പെയിൻ്റൊക്കെ ഇളക്കി കളയാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേസിൻ്റെ ഉൾവശം നമ്മളൊന്ന് ടാപ്പ് വെച്ച് ചിറ്റാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മൾ പുറം വശം മാത്രമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്, ഉൾവശം നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ല. ഒരു നോർമൽ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉൾവശമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെള്ളം നിറച്ച് വെച്ച ബക്കറ്റിലോട്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടെ രണ്ട് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പ്രേ പെയിൻറ്റ്സും മാറിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം റെഡ് സ്പ്രേ ചെയ്തു, അതിനുശേഷം യെല്ലോ സ്പ്രേ ചെയ്തു, പിന്നെ റെഡ് സ്പ്രേ ചെയ്തു. അങ്ങനെ മാറിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്തിട്ടുള്ളത്. ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ കേസ് നമ്മൾ ഇതിലൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ടായിരിക്കണം നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിൽ ഒരുപാട് പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇത്ര ഒന്നും പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും പെയിൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് നല്ല ഒരു പാറ്റേൺ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാൻ ഒരു 24 hours എങ്കിലും നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഞാൻ 24 hours ഒന്നും ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. ഒരു 5 to 8 hours മാത്രമേ ഞാൻ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസുലേഷൻ ടാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നമുക്കൊരു അടിപൊളി കേസ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്ര ഉഷാറാവും ഞാൻ തീരെ വിചാരിച്ചതല്ല. ഇത് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാത്തത് കൊണ്ട് ഇതിൻ്റെ ഉൾവശത്തൊക്കെ നിങ്ങൾക്ക് വെള്ളം നിൽക്കുന്നത് കാണാവുന്നതാണ്. സോ ഗായ്സ്, നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഷൂ ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഷൂവിൻ്റെ സോൾ ഭാഗമൊക്കെ നമുക്ക് ഒന്ന് ഇൻസുലേഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് ചിറ്റിയെടുക്കാം. ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പാണ് ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്യാൻ കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് 2 ലെയർ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നോർമൽ ഏത് ടേപ്പ് വെച്ചിട്ടും നമുക്ക് കവർ ചെയ്തെടുക്കാം.
2 പെയർ ഷൂസ് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ തിന്നർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ മാറിയിട്ടാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്നത്. ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്ലോ ആയിട്ടായിരിക്കണം നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത്. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു തെളിഞ്ഞ വെള്ളം നമുക്ക് കാണാൻ കഴിയും. ആ ടൈമിലായിരിക്കണം നമ്മൾ ഡിപ്പ് ചെയ്ത ഒബ്ജക്റ്റ് തിരിച്ചെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് അറിയാതെ സ്ലിപ്പായി പോയി. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അടുത്ത പെയർ ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് നോക്കാം. ഈ ബക്കറ്റിൽ ആവശ്യമില്ലാത്ത കുറച്ച് പെയിൻ്റ് ഉണ്ട്. ഈ പെയിൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ച് മാറ്റിയാണ്. വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ഷൂവിനെല്ലാം സ്പ്രേ പെയിൻറ്റ് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് വെള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് പെയിൻ്റൊക്കെ ഒന്ന് മാറ്റിയാൽ നമുക്ക് ക്ലീനായിട്ട് തന്നെ ഇത് പുറത്തെടുക്കാൻ കഴിയും. ഇന്ന് ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം. ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഇൻസുലേഷൻ ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം പെയിൻറ്റ് എല്ലായിടത്തും എത്തിയോ എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലായിടത്തും പ്രോപ്പറായിട്ട് പെയിൻ്റൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡിപ്പ് ചെയ്ത ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കുറവുണ്ട്. എന്നാലും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലേസൊക്കെ ഒന്ന് കെട്ടി ഫൈനൽ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു ക്ലീനിങ് പാടെ ബാക്കിയുണ്ട്. നമ്മുടെ സോളിലൊക്കെ ചെറുതായിട്ട് പെയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻ്റൊക്കെ നമ്മുടെ തിന്നർ ഉപയോഗിച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കളയാം. സോ ഗായ്സ്, നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.